കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള്, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക നടത്തിയ കർത്താവേ, എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തില് ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തില് ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികള്, പീഡിതര്, മനപ്രയാസമുള്ളവര്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവര്, മക്കളോർത്ത് വേദി കൊള്ളുന്നവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ്, അവർക്കെല്ലാം കർത്താവേ എന്നെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സാധിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്നളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. ഈ ദിവസങ്ങളൊരു വലിയ വിസ്തൃതമായ ചിന്ത മനസ്സിൽ വന്ന് നിക്കിയ സുനഹദോസിലെ ആണ് നമ്മുടെ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചത്. വിശ്വാസ പ്രമാണത്തിന്റെ ക്രോഡീകരണത്തിലെ വിശുദ്ധ എസ്തപ്പാനോസിനുള്ള പങ്ക് കഴിഞ്ഞ ദിവസം അൾത്താറ എന്നപ്പോ ഈശോ പറഞ്ഞാണ് ഇത് ഈ നിക്കിയ സുനഹദോസും എസ്തപ്പാനോസും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ കുറച്ചു നേരം വിസ്മയിച്ചിരുന്നത്. അതായത് AD 325 നിക്കിയ സുനഹദോസിലെ നമ്മൾ ഇന്നത്തെ ഏറ്റവും സഭയുടെ ശക്തിയായ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പൊ അതിൻ്റെ വാർഷികത്തിലാണ് കഴിഞ്ഞ ദിവസം നിക്കയിലെ തുർക്കിയിലെ നമ്മുടെ പരിശുദ്ധ പിതാവ് പോയത്. അപ്പൊ പരിശുദ്ധ പിതാവ് അവിടെ ചെന്നപ്പോഴ് അവിടെ സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ കേരളത്തിൽ കുറെ ആവാന്ത സഭകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ആരെയും പ്രതിനിധി അവിടെ ഇല്ല. നിക്കിയ സുനഹദോസിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അലക്സാൻഡ്രിയൻ പാർത്തിയാർക്കിസ്, സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അതുപോലെ തന്നെ റോമൻ പാർത്തിയാർക്കിസ്, അവരെല്ലാം അവിടെ സംഘടിപ്പിച്ച് കൂടിയത്. അപ്പൊ അന്ന് വിശ്വാസ പ്രമാണത്തിന് എടുത്ത ഒരു വിശ്വാസത്തിന്റെ ഒരു സംഭവം എന്താണ്? അതായത് അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അപ്പൊ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു, അത് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളിൽ ഒന്നാണത്. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഈ 26:64 മത്തായിയുടെ സുവിശേഷം, മനുഷ്യപുത്രൻ
ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകുമെന്ന്. മത്തായി 26:64. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പൊ അത് ക്രിസ്തു വെളിപ്പെടുത്തിയ സ്വർഗീയ രഹസ്യമാണ്. അത് നിങ്ങൾ കാണുമെന്നാ പറഞ്ഞു. പക്ഷെ ആദ്യം കണ്ടതാരാ? പിതാവിന്റെ വലതുഭാഗത്ത്, ശക്തിയുടെ വലതുഭാഗത്ത് ഈശോ ഇരിക്കണ കണ്ടതാരാ? സ്റ്റീഫനാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പൊ നിങ്ങൾ കാണുമെന്ന ഈശോ പറഞ്ഞത്. പക്ഷെ ആദ്യം കണ്ടതാരാ? എസ്തഫാനോസിന്റെ കാഴ്ച ആദിമസഭയുടെ കാഴ്ചയാണ് നിക്കായ സുനദോസ് ക്രോഡീകരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നും പറയണത്. അതാ നിക്കായ സുനദോസിന്റെ ക്രോഡീകരണത്തിലെ എസ്തഫാനോസിന്റെ പങ്കെന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കാണുമ്പോഴെപ്പോഴും ഓർക്കേണ്ടതാണ്, നമുക്കിത് കാണുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല. കർത്താവിന്റെ വചനത്തിന് വേണ്ടി സഹിക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായാൽ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗക്കാഴ്ച ദൈവം അവനെ കാണിക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ കാഴ്ച കാണണം. അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.